എന്നത്തെ പോലെ തന്നെ വെള്ളം കുടിച്ച് ഡേ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ തന്നെ കഴിച്ചത് പുട്ടും ചെറുപയറും ആയിരുന്നു. നോർമലി പുട്ടും കടലയാണ് കോമ്പിനേഷൻ എങ്കിലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരുവിധ എല്ലാ കറികളും പുട്ടുമായിട്ട് മാച്ച് ചെയ്ത് പോകും. നെക്സ്റ്റ് കഴിച്ചത് ഇതേ ഒരു പപ്പായാണ്. പപ്പായ എന്റെ ഫേവറേറ്റ് ആണ്. പപ്പായാണ് കഴിച്ചത്. ഇതിന്റെ ആദ്യത്തെ കോലം ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ അവസാനം ആകുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന പപ്പായനെ ഞാൻ ഈ ഒരു ബൗൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് കഴിച്ചത് ഈ ഒരു ചെറിയ മിഠായിയാണ്. ഇത് എന്താണ് ടേസ്റ്റ് എന്ന് എനിക്ക് അറിയില്ല. കഴിച്ചു നോക്കിയപ്പോൾ ശരിയായ മാംഗോയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. എനിക്ക് മാംഗോ പൾപ്പ് അതുപോലെയുള്ള പോലെ തോന്നി. അപ്പൊ അങ്ങനത്തെ ഒരു ടേസ്റ്റ് അതിന് വരുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല, എന്തോ പോലെ ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ലഞ്ചിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ലഞ്ച് ഇന്ന് വാഴയിലേ കഴിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇന്ന് വാഴയിലേ കഴിച്ചു. ചോറും നല്ലൊരു സാമ്പാറും ഫിഷ് കറിയും പിന്നെ ഒരു ഫിഷ് ഫ്രൈയും ഇത്രയും ഉണ്ട്. അതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വാഴ കഴിക്കാൻ തോന്നി കഴിച്ചു. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും കഴിച്ചത് ഈ ഒരു ഗ്ലാസ് റാഗിയായിരുന്നു. നമ്മളിവിടെ മുത്താറി എന്നാ പറയാ. അതിൽ കുറച്ച് നട്ട്സ് ഒക്കെ പൊടിച്ചിട്ടിട്ട് ഒരു ഹെൽത്തി ഡ്രിങ്ക് തന്നെ കുടിച്ചു. അപ്പോൾ ഹെൽത്തി കഴിച്ചപ്പോൾ ഒരു അൺഹെൽത്തി ആയിട്ട് എന്തും കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഈ ഒരു പപ്സ് കഴിച്ചു. ഒന്നല്ല, ഈ 2 എഗ് പപ്സും പിന്നെ ഒരു ഹാഫ് ഓഫ് ദി വെജ് പപ്സും ആണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ഒട്ടും വൈകാതെ തന്നെ ഈ 2 പീസ് ചോളം കഴിച്ചു. ചോളം ഇസ് ഓൾസോ മൈ ഫേവറേറ്റ്. അപ്പോഴേക്കും ഡിന്നറിന് ടൈം ആയിട്ടുണ്ട്. ഡിന്നറിന് ഞാൻ കഴിച്ചത് മന്തിയാണ്. ഞാൻ മന്തി ഫാനൊന്നും അല്ല, കിട്ടിയാൽ കഴിക്കും അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയൊക്കെ ഉള്ളൂ. ടിൽ ദെൻ ബൈ.